അങ്ങനെ 2022 സെപ്റ്റംബർ 30 എനിക്ക് എൻ്റെ മോളുടെ വിഷയത്തിന് ജോസഫ് അച്ഛനെ കാണാനൊരു ഭാഗ്യം ലഭിച്ചു. ഞാൻ ജോസഫ് അച്ഛനെ കണ്ടിവിടെ മുട്ടുകുത്തിയപ്പോൾ ജോസഫ് അച്ഛൻ ആ കടലാസം കൊണ്ട് മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛൻ എന്നോട് ചോദിച്ചു, നീ പൂർണ്ണമായും മകളെ മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ജോസഫ് അച്ഛൻ കർത്താവിൻ്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി. ആ മുട്ടുകുത്തുന്നത് കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം വേദനയായി. എൻ്റെ വിഷയത്തിലാണല്ലോ അച്ഛൻ ഇത്രയും മുട്ടുകുത്തേണ്ട വന്നതെന്ന് ഞാൻ വളരെയധികം വിഷമിച്ചു. പിന്നെ ആ സമയം തന്നെ അച്ഛൻ എന്നെ ബ്ലസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അൾത്താരയിൽ ഒരു കാഴ്ച കാണുകയാണ്. മാതാവ് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഇറങ്ങി വന്നിട്ട് വലിയൊരു ചങ്ങല മാതാവിൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരറ്റം മാതാവിൻ്റെ കയ്യിലും ബാക്കി മാതാവിൻ്റെ ദേഹത്തുനിന്ന് താഴേക്ക് പൊട്ടി വീഴുന്നുണ്ട്, കാൽച്ചോട്ടിലോട്ട് വീഴുന്നതും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് അച്ഛനോട് പറയാനായിട്ടുള്ള ധൈര്യം ഉണ്ടായില്ല.